യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഇന്ന് 2-ാം അധ്യായം പഠിക്കുമ്പോഴും കുറച്ച് വാക്യങ്ങൾ ചിന്തിക്കാൻ പറ്റൂ. കാര്യം അതിനകത്തൊക്കെ വളരെ ഡെപ്ത് ഉണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാൽ, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. ലവോദിക്കയിലുള്ളവർ അവർ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പൗലോസ് ഇവിടെ ഞാൻ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ സഭയിലുള്ള ആൾക്കാർ മാത്രം അവർ ബലപ്പെടണം എന്നല്ല. ഇപ്പോൾ എവിടെ നിന്നാണ് ഇത് പറയുന്നത്? കൊലോസ്യയിൽ നിന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന കൊലോസ്യയിലുള്ളവർക്കും ലവോദിക്കയിലുള്ളവർക്കും അടുത്ത പോർഷനാണ്. നമ്മളത് അതിനെപ്പറ്റി വായിച്ചല്ലോ. ഹീരപ്പോളി, ലവോദിക്ക, കൊലോസ്യ 3 പട്ടണമാണ് ഈ ലൈക്കസ് നദി തീരത്ത്. അപ്പം ഈ കൊലോസ്യയിലുള്ളവർ മാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള ദേശത്ത് അവിടെ ഒക്കെ ആ ദൈവമക്കളൊന്നും എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം, താൻ ആത്മാവിൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ക്ഷീണിപ്പിക്കുന്ന ശക്തി എന്തുവാന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനോട് സംസാരിച്ചു. എന്തുവാണ് ക്ഷീണിപ്പിക്കുന്ന ശക്തി? താഴോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ ഒക്കെ നമ്മൾ കാണും. നമ്മൾ നേരത്തെ അധ്യായത്തിലൊക്കെ വായിച്ചാൽ ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ, റോങ് ടീച്ചിങ്സ്, ഒത്തിരി കൺഫ്യൂഷൻ. സാത്താൻ ശരിക്കും ഒരു കൺഫ്യൂഷൻ്റെ ആത്മാവല്ലേ? ഒത്തിരി കൺഫ്യൂഷൻ. 2-ാമത്തെ വാക്യം കൂടി വായിച്ചേ. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർവ്വതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് എ കോൺഫ്ലിക്റ്റ്, എ സ്ട്രൈവ്. എത്ര വലിയ പോരാട്ടം ഞാൻ കഴിക്കുന്നു എന്ന് നിങ്ങൾ അത് അറിയുവാൻ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. എന്നെ ശരിക്കും ലൗദിക്കയിലുള്ളവർ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആത്മീയ പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. വി ഹാവ് എ ഫൈറ്റ്, വി ഹാവ് എ ബാറ്റിൽ. അത് മനുഷ്യരോടല്ല, അയൽവക്കക്കാരോടല്ല, കൂടി ജോലി ചെയ്യുന്നവരോടല്ല. പോരാട്ടം ആരോടാണ്? പോരാട്ടം ദുഷ്ടശക്തിയോട്. ആ ദുഷ്ടശക്തിയുടെ പദ്ധതികളോടാണ് പോരാട്ടം. ഈ സഭയെ ക്ഷീണിപ്പിക്കുന്ന പ്രധാന പദ്ധതി അപ്പോസ്തലനോട് പറയുക, അവരെ ആ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുക, കൺഫ്യൂഷൻ കൊണ്ടിടുക, ദുരുപദേശം കൊണ്ടിടുക. കറക്റ്റായിട്ടുള്ള ഉപദേശത്തിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില തോട്ട്സൊക്കെ പല രീതിയിലാണ് പലരെ ക്ഷീണിപ്പിക്കുന്നത്. ചിലരങ്ങ് പിന്മാറിപ്പോൾ, ചിലർ നല്ല ദൈവകൃപ ഇല്ലാതിരിക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് തോന്നിയതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇനി പ്രവാചകനായിക്കോട്ടെ, ഒരു ദൈവദാസനായിക്കോട്ടെ, ഒരു വിശ്വാസി ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ ആലോചന നമുക്ക് വ്യക്തമാക്കണമെങ്കിൽ വളരെ ശുദ്ധീകരണത്തോടുകൂടി, ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടിയും നമ്മൾ ദൈവസന്നിധിയിൽ ഏകാഗ്രതയിലിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മെസ്സേജ് നമുക്ക് എന്തായിത്തീരുന്നത്? ക്ലിയറായി തീരുന്നത്. അപ്പം ആ മെസ്സേജ് ക്ലിയറായി തീർന്നില്ലെങ്കിൽ, ഞാൻ പലത് കേട്ടു, പലത് എനിക്ക് തോന്നി, അവിടെയൊക്കെ കൺഫ്യൂഷൻ വരും. ഈ ദുരുപദേശങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഒരു ദൈവദാസൻ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷതാണ്, ഞാനും ആ പുള്ളിയും ഒന്നിച്ച് ഒരു ദിവസം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്കൊക്കെ പലർക്കും അറിയാം, പപ്പയ്ക്കും അറിയാം. പപ്പയാണ് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ഒരു ദേശത്തേക്ക് അയച്ചത്. ആ ദൈവദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5-6 വർഷം മുമ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഏതാണ്ടൊരു സങ്കീർത്തനം പറഞ്ഞിട്ട്, 67 ഏതാണ്ടൊരു സങ്കീർത്തനം പറഞ്ഞിട്ട് അതിനൊരു പുതിയ വാക്യം കൂടി ദൈവം എനിക്ക് തന്നു എന്ന് പറഞ്ഞൊരു പുതിയ ടീച്ചിങ്ങുമായിട്ട് അങ്ങനെ ന്യൂ വേർഡ്സ്. അത് ബൈബിളിനകത്തില്ലാത്ത ഒരു പുതിയ വാക്യം പുള്ളിയോട് ദൈവം സംസാരിച്ചു. പുള്ളി ഇതല്ല, ഒത്തിരി നല്ലൊരു മനുഷ്യൻ. ഞാൻ പുള്ളിയെ പരിചയപ്പെടുമ്പോൾ തൊട്ട് ഞങ്ങളോട് ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നേക്കാൾ നല്ലൊരു മനുഷ്യൻ. പക്ഷേ ആ നല്ല മനുഷ്യനെ പോലും എന്ത് ചെയ്തു? ഒരു ദ്രവ്യാഗ്രഹവും ഇല്ല, ഒരു ലോകമോഹവും ഇല്ല. പെൺവിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ, ഒരു പയറ്റായിക്കോട്ടെ. നമ്മളൊക്കെ നമ്മുടെ കൂടെ ഒക്കെ ടീമിലുണ്ടെങ്കിൽ ഇതുപോലൊരു ശുദ്ധൻ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ, ശാന്തമായിട്ട് മാത്രം സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യനെ പോലും പിശാച് ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെട്ട ഒരു ഫോൾസ് ടീച്ചർ, ഒരു ദുരുപദേശവാദി, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യൻ. അപ്പം അത്രയ്ക്ക് ആയിരക്കണക്കിനല്ല 10,000-കണക്കിനല്ല ലോകം മുഴുവൻ യാത്ര ചെയ്ത് ആൾക്കാരെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി ദുഷ്ടൻ തീർത്തു. ഇപ്പോഴുള്ള അവസ്ഥയും അന്നുള്ള അവസ്ഥയും ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നല്ലൊരു മനുഷ്യരെ പോലും എന്ത് ചെയ്തു? നല്ല താല്പര്യത്തിൽ ഒത്തിരി വില കൊടുത്ത്, നല്ല വിദ്യാഭ്യാസമുള്ള, ആ ജോലി ഒന്നും ഒരു ദിവസം പോലും ജോലി ചെയ്യാതെ ഇറങ്ങിയ ഒരു മനുഷ്യൻ, അത്രയും വില കൊടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഇറങ്ങിയതാണ് കർത്താവിൻ്റെ വേലയ്ക്ക്. പക്ഷേ ഇങ്ങനെ ആയെങ്കിൽ ഞാനെന്തോ അത് പറയാൻ വരുന്നത്, ആരെയും സാത്താന് ക്ഷീണിക്കും. അപ്പോൾ ഈ റോങ് ടീച്ചിങ്, ദുരുപദേശം നമ്മുടെ ഉള്ളിൽ കൊണ്ടിടാൻ നിമിഷങ്ങൾ മതി. ഒരു കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാൽ
ഞാൻ അതേ കയറി പിടിച്ചാൽ, ഞാനത് കർത്താവിനോട് ഞാൻ മുട്ടുമേൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും സാത്താൻ കൊണ്ടിട്ടതായിരിക്കും, വല്ലയിടത്തുനിന്നും കേട്ടതായിരിക്കും, ആരെങ്കിലും പറഞ്ഞതായിരിക്കും, അല്ലെ അത് നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ടീച്ചർ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും. അത് എന്നോട് സംസാരിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെയായിരിക്കും. ലോകത്തിൽ ഏത് വിശ്വാസം പരിശുദ്ധാത്മാവ് ഒന്നേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കൊലോസ്യ സഭയിലും നമ്മൾ നേരത്തെ ഗലാത്യ സഭയിൽ കണ്ടില്ല, ഇത്ര പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ആ സത്യത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. നിങ്ങളും എന്ത് ചെയ്തു? നിങ്ങളെ മാറ്റാൻ സാത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങളും മാറിപ്പോയി. അതെനിക്ക് ഭയങ്കര ആശ്ചര്യമാണ്. നിങ്ങൾ എത്ര നന്നായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ഈ ദുരുപദേശം, ഫോൾസ് ടീച്ചിങ് സാത്താൻ്റെ ആദ്യ നാൾ തൊട്ടുള്ള നമ്പറാണ്. അതിൽ താൻ വിജയിച്ചു വരുന്നു. ഇപ്പോഴുള്ള വിശ്വാസികളുണ്ടല്ലോ, പഴയ വിശ്വാസികളൊക്കെ ഒത്തിരി മാറിപ്പോകാൻ കാരണം ഇതുപോലുള്ള ഒത്തിരി ടീച്ചിങ്, എല്ലാ ടീച്ചിങ്ങിനും ആമേൻ പറയല്ലേ. കൊലോസ്യ സഭയോട് പറയുക, ലവോദിക്കയിലെ സഭയോട് പറയുക, നിങ്ങളെ വചനത്തിൽ നിന്നും സത്യത്തിൽ നിന്നും തെറ്റിച്ച് കളയുന്ന ആ ദുഷ്ടനോടാണ് എൻ്റെ പോരാട്ടം. ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് എവിടെയല്ലേ എഴുതിയിരിക്കുന്നത്? യെസ്, വളരെയധികം ഞാൻ പോരാടുന്നു. എന്നിട്ട് പോരാടിയിട്ട് ഒരാൾ തെറ്റിപ്പോയാൽ നമ്മുടെ ഈ വീല് തെന്നി ചള്ളയിൽ പോവും, മണലിൽ പോവും. മണലിലും ചള്ളയിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാമോ ചെയ്യുന്ന ഒരു കാര്യം എന്തുവാ? ഈ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്, ഫ്രണ്ട് വീൽ കിടന്ന് കറങ്ങും. ബാക്ക് വീൽ ഡ്രൈവാണ്, ഒരു വീലായിരിക്കും കിടന്ന് ആദ്യം കറങ്ങുന്നത്, ലൂസായ വീല് കിടന്ന് കറങ്ങും. എവിടെ ചള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നല്ല മടൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ മടൽ കയറ്റി വെക്കും, വെളിയിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും കല്ല് കയറ്റി വെക്കും. കാര്യം ഒരു ഗ്രിപ്പ് കിട്ടണം. ആ തെന്നി നമുക്കറിയാം, ചള്ളയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് കൂടുതൽ ഒഴിച്ചുകൊണ്ടിട്ട് തെന്നി വഴിയിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. അപ്പം ഒത്തിരി വഴിയിൽ നിന്ന് മാറിപ്പോയാൽ അറ്റത്തൊക്കെ ആയിരിക്കും പോയി നിൽക്കുന്നത്. അടുത്ത ഇനി വല്ലോ കനാലിൻ്റെ അകത്തോ വല്ലതും വീഴും. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? പൊക്കി അതിനെ എടുത്ത് തിരിച്ച് നേരെ വെക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ നല്ല ഗ്രിപ്പ് കൊടുക്കും. എന്നിട്ടാണ് പിന്നെ ഈ ഐസിലൊക്കെ പോകുമ്പോൾ ചങ്ങല വീലിലിടുന്നതിൻ്റെ കാരണം അത് ഗ്രിപ്പ് കൊടുത്തിട്ടാണ് പിന്നെ ഒത്തിരി റേസ് ചെയ്യാതെ അതിൻ്റെ എൻജിൻ ഒന്ന് മാക്സിമം റെവല്യൂഷൻ RPM പിടിച്ചുകൊണ്ട് സ്ലോയിൽ അങ്ങോട്ട് റിലീസ് ചെയ്ത് എടുക്കുന്നത്. അപ്പം മാറിപ്പോയതിനെ അവിടെ ഇട്ട് നന്നാക്കാൻ പറ്റത്തില്ല. മാറിപ്പോയതിന് എന്ത് ചെയ്യണം? തിരിച്ച് ശരിക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പഠിച്ചു, ഗ്രൗണ്ടഡ്, സ്റ്റെഡ് ഫാസ്റ്റ്, വേരൂന്നി. നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തിൽ വേരൂന്നി മാറിപ്പോയതിനെ തിരിച്ച് ശരിക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവരോട് പറയണം, ഇതാണ് സത്യം. ഇവിടെ സത്യ ആത്മാവിൽ എന്ത് ചെയ്യണം? ഓരോ കാര്യത്തിനും കൺഫ്യൂഷൻ ഉള്ളത് സത്യം പറഞ്ഞ് അവിടെ വേരൂന്നി പിന്നെ അവർ ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല, ആ വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. സാത്താൻ പണിതാലും സാത്താൻ ലജ്ജിച്ചു പോകും. അവിടെയൊക്കെ വേരൂന്നി വളരണം. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ച കൊലോസ്യ ലേഖനം തന്നെ 1-ാം അധ്യായം നമ്മൾ നിർത്തിയത് അതല്ലേ? 28-29 വായിച്ച കൊലോസിയൻസ് 1:28-29. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യും. ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. അവിടും എഴുതിയിരിക്കുന്നു പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇവിടും എഴുതിയിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ വരുമ്പോഴും ലവോദിക്കയിലെ സഭ നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇവിടും ആ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത് എന്തിനാ? ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് എവ്രി മാൻ. മലയാളികളെ മാത്രമല്ല, ഈ സഭയിലുള്ളവരെ മാത്രമല്ല, ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരും ആരെയൊക്കെ ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ എത്ര ശക്തിയോടുകൂടി നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ, നല്ല സത്യ ആത്മാവിനാൽ അവിടെയൊക്കെ ഒരു സമാധാനമാണ് വേണ്ടതില്ലേ, ഒരു സന്തോഷമാണ്. ദൈവസന്ധിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ സന്തോഷം ഇടയ്ക്ക് കെടുത്തിക്കളയും സാത്താൻ. സമാധാനം ഇടയ്ക്ക് കെടുത്തിക്കളയും. സന്തോഷവും സമാധാനമൊക്കെ കെടുത്തിക്കളഞ്ഞാൽ ദൈവസന്ധി വന്നിരുന്നാലും എന്ന് വെച്ചാൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, ഞാൻ പറഞ്ഞില്ല, സത്യത്തിന് വേണ്ടി നിൽക്കണം. ഇതാണ് സത്യം. വേറൊരാൾ, എന്നെ മാത്രമല്ല വേറൊരാളെയും കൂടി ബലപ്പെടുത്തണം. ആ സാത്താൻ എന്നോട് വന്ന് പോരാടുമായിരിക്കും, എന്തായാലും കുഴപ്പമില്ല. അവിടെയൊക്കെ വില കൊടുത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പോൾ അവിടെയൊക്കെ ഒരു ശാന്തതയും ഒരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ കർത്താവ് നമുക്ക് തരുവാൻ ഒരു സൈഡിൽ കൂടെ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? പ്രശ്നങ്ങളുണ്ടാക്കി, സമാധാനങ്ങൾ കെടുത്തി, ഏകാഗ്രത മാറി, പല വിഷയങ്ങളിട്ട് ഈ ഭാരമെല്ലാം കൂടെ, ഇപ്പോൾ എക്സാമ്പിൾ എടുത്തോ, എൻ്റെ മേൽ ഈ ഭാരങ്ങളെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങനെ നിങ്ങളെ സത്യത്തിൽ നടത്തും? ഞാൻ തന്നെ കുഴഞ്ഞിരിക്കുക. അങ്ങനെ കൊണ്ട് നമ്മൾ ഓരോരുത്തരെ ആക്കി തീർക്കുവാൻ 2 ഓപ്ഷനാണ് നമുക്കുള്ള. ഒന്ന്, ഈ ഭാരം എല്ലാം കൂടി ചുമ്മി കുഴഞ്ഞ്, അതിനകത്ത് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ തളർന്ന കൈകളും കുഴഞ്ഞ ലെയിം, യുവർ ലെയിം എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കൈയും കൊണ്ടും ഈ കാലും കൊണ്ടും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ വയ്യാതെ
കുഴഞ്ഞിരിക്കുന്ന തളർന്നിരിക്കുന്ന അവസ്ഥയിൽ സാത്താൻ നമ്മളെ ആക്കി ശ്രമിക്കുമ്പോൾ ഇവിടെ സഭയെ താൻ പറയുക, പ്രൈസ് ഗോഡ്, എനിക്ക് പറ്റുമോ? നിങ്ങളോട് പോരാടുന്ന സാത്താനോട് ജയിച്ചെടുക്കാൻ എനിക്ക് ചിലപ്പം ധൈര്യം കാണും, ചിലപ്പം ജ്ഞാനം കാണും. ലോകത്തു നിന്ന് പ്രാപിച്ച ഈ ധൈര്യവും ജ്ഞാനവും ബലവും ഒക്കെ ഇവിടെ നിന്നാണ് ലോകത്തിൽ നിന്ന് പ്രാപിച്ച്. അതൊക്കെ എനിക്കുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെന്നൊക്കെ നിങ്ങളങ്ങ് വെച്ചോ, അങ്ങനെയൊക്കെ ആണെന്നങ്ങ് വെച്ചോ. അപ്പം ഞാൻ നിങ്ങളെ കുറേ അങ്ങ് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന എന്തെങ്കിലും വല്ല സ്കിൽസ്, സംസാരിക്കുന്ന സ്കിൽസൊക്കെ വെച്ച് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ കുറേ പറയും, നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ താൻ പറയുന്ന 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പൗലോസ് തൻ്റെ സ്കിൽസ് ഒന്നും എടുക്കുന്നില്ല. എന്നിൽ വ്യാപരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന, the strength that works in me mightily, എന്നിൽ വ്യാപരിക്കുന്ന സ്വർഗീയ ശക്തി. അതും ആൾക്കാരെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. അത് സംസാരിക്കാൻ കഴിവില്ലാത്ത എന്നെ കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി കൊണ്ട് ഞാൻ എന്തു ചെയ്യും? പോരാടി അധ്വാനിച്ച് നിങ്ങളെ, സ്തോത്രം, മാറിപ്പോയ സത്യത്തിൽ നിന്ന് മാറിപ്പോയ നിങ്ങളെ ശരിക്കും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ എന്നിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തി, എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന സ്വർഗീയ ശക്തി കൊണ്ട് ഞാൻ പോരാടി പെർഫെക്റ്റിങ് എവറി മാൻ. കുറച്ച് വിശ്വാസികൾ വന്നു, ഇനി അവരെ പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിട്ട് നാളെ തൊട്ട് അവർ സഭയിൽ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചാൽ എന്തു ചെയ്യും? ഇവിടെ മുഴുവനും ഫുൾ ആളായിരിക്കും, ഇരിക്കാൻ സ്ഥലം കാണത്തില്ല, പക്ഷേ കർത്താവ് കാണത്തില്ല. നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഒരാൾക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു വിഷമം, ഒരാൾ മാറിപ്പോകുന്നു, ഒരാൾ ക്ഷീണിച്ചു പോകുന്നു, നമ്മളെല്ലാവരും സഭയായിട്ട് എന്ത് ചെയ്യണം? ആ വ്യക്തിയോട് പോരാടുന്ന ആ ദുഷ്ടശക്തിയെ, ക്ഷീണിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന, സത്യത്തിൽ നിന്ന് മാറ്റിക്കളയാൻ നമ്മളെല്ലാം ആത്മാവിൽ പോരാടി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഒന്ന് പെർഫെക്റ്റായി വരുന്നത്. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മൾ ഈ ആത്മീയ കൂട്ടത്തിലുള്ള നമ്മൾ ഓരോരുത്തരും എങ്ങനെയെങ്കിലുമൊക്കെ ആരാധനയ്ക്ക് വന്നു, ഞായറാഴ്ച വന്നു, ആരാഴ്ച പോകാനല്ല. കർത്താവ് ഈസ് എ നോ കോംപ്രമൈസ് ലോർഡ്, ഇല്ലേ? ഒരു വിഷയത്തിൽ ഒരു അടി, അതിന് സാംസൻ്റെ അപ്പനല്ല, ഇനി ആരാന്ന് വെച്ചാൽ ഒരു നെല്ലടയ്ക്ക് കർത്താവ് കോംപ്രമൈസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ മാറിയാലേ പറ്റും. ആ മാറ്റമാണ് ഇവിടെ കൊലോസ്യ സഭയ്ക്ക് വേണ്ടത്. 2-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ച്, അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിയും. ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ആശ്വാസവും ലഭിച്ച് നിങ്ങൾ ഏകീഭവിച്ച്, യു ബി നിറ്റ് ടുഗെദർ എന്ന് എഴുതിയിരിക്കുന്ന ഈ തുന്നുന്നത് കണ്ടിട്ടുണ്ടോ? നിറ്റിങ് കണ്ടിട്ടുണ്ടല്ലോ, വലിയ നൂല് വെച്ചും ചെറിയ നൂല് വെച്ചും ഒക്കെ നിറ്റിങ് നീഡിൽസ് ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സഹോദരന്മാർക്കൊക്കെ അറിയാമായിരിക്കും. സഹോദരന്മാർക്ക് എന്തായാലും ഇതുമായിട്ട് വലിയ ബന്ധമില്ല, എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ. നല്ല ഒന്നാന്തരമായിട്ട് സോക്സും സ്വെറ്ററും ഒക്കെ നിമിഷങ്ങളുടെ അകത്ത്, ഞാൻ ജമ്മുവിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് അവരുടെ ആവശ്യമാണല്ലോ. അമ്മച്ചിമാർ മക്കളെ പഠിപ്പിക്കും, മക്കളും പെണ്ണുങ്ങളും ഒക്കെ സോക്സൊക്കെ ഇരുന്ന് നെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നിമിഷത്തിന് നമ്മൾ ആ വീട്ടിൽ വന്നിരിക്കുന്നുണ്ടേ നമുക്ക് വേണ്ടി ഒരു വെസ്റ്റ് ഉണ്ടാക്കി തരും. നമ്മൾ പോകുമ്പോൾ അവിടുത്തെ അമ്മച്ചിയോ ആൻറ്റിയോ ഒക്കെ നമുക്ക് വേണ്ടി ഒരു വെസ്റ്റ് ഉണ്ടാക്കി തരും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സോക്സ് ഉണ്ടാക്കി തരും. അതവർക്ക് നിമിഷങ്ങൾ മതി. നമ്മുടെ ഒരു അളവ് അവർ തന്നെ ഊഹിച്ചെടുത്തിട്ട് അവരത് നിറ്റിങ് അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഈ നിറ്റിങ്ങിൻ്റെ അകത്ത് പൂക്കളൊക്കെ വെച്ച് നിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഒറ്റ നൂലിലാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം ആ നിറ്റിങ്ങിൽ ഇനി ക്ലോസ് നെറ്റും ഇച്ചിരി അകന്നത്, കവറൊക്കെ എന്തുവാ കുറച്ചുകൂടെ അകന്നതാണ്. അപ്പോൾ ആ നെറ്റ് പോലെ ഇരിക്കും, ഇല്ലേ? ചില ഡ്രസ്സുകളുണ്ട്, ഈ നല്ല ഫൈൻ ഡ്രസ്സ് നമ്മൾ പറയുന്നത് എന്തുവാ? നല്ല ക്ലോസ് നെറ്റാണ്. ആ നിറ്റിങ്ങിൽ എവിടെ തുടങ്ങിയത് എവിടെ അവസാനിച്ചത് ഒന്നും ഒന്നിനോട് കയറിയിരിപ്പില്ല, ഒരു നൂല് വലിഞ്ഞു പോയിട്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കാണത്തില്ല. അങ്ങനെയാണ് ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ക്ലോസ്ലി നിറ്റ് ടുഗെദർ. ഈ സ്നേഹത്തിൽ ഏകീഭവിച്ചെന്ന് എഴുതിയിരിക്കുന്നത്, സ്നേഹത്തിൽ ഒന്നിച്ച്. അതെന്തിനാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? ആ മർമ്മം, ഇല്ലേ? നിങ്ങൾ ഏത് ലെവലിലെത്തണം? ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം. അത് കിങ് ജെയിംസ് വേർഷനിൽ മാത്രം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ക്രൈസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇംഗ്ലീഷ് വേർഷനിലും POCയിലും മലയാളത്തിലും എല്ലാം ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം. ക്രിസ്തു ദൈവമാണെന്നുള്ള അത് വലിയ മർമ്മമാണ്. ആ മർമ്മത്തിൻ്റെ പരിജ്ഞാനം അത് ഒരു സംശയമായിട്ടല്ല, അതിനൊരു ഉറപ്പ് നേടിയേക്കുന്നത്, ഫുൾ അഷ്വറൻസ്.
ഓൾ ദ റിച്ചസ് ഓഫ് ദ ഫുൾ അഷ്വറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട്, അതിൻ്റെ മർമ്മമുണ്ട്. ഞാൻ സേവിക്കുന്ന കർത്താവ് ആരാ? 2000 വർഷം മുമ്പ് ഇവർ വരയ്ക്കുന്ന പോലെ ഒരു സ്വർണ്ണ മുടിയും നീല കണ്ണുമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കളറിൽ വരയ്ക്കുന്ന ലോകത്തിൽ വന്നൊരു മനുഷ്യനല്ല. താൻ മനുഷ്യനായിട്ട് അവതരിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ താൻ തേജസ്കരിക്കപ്പെട്ട് ഇപ്പോഴായിരിക്കുന്ന താൻ ആരായിരുന്നു, താൻ എങ്ങനെ എന്ത് വിട്ടിട്ടാണ് വന്നത്, ഇപ്പോൾ പുനരുദ്ധാനം പ്രാപിച്ചപ്പോഴും താൻ ആരായിരിക്കുന്നു എന്നുള്ള ഒരു നിശ്ചയം. ക്രിസ്തു ദൈവമാണെന്നുള്ള ആ ദൈവമർമ്മം, ക്രിസ്തു എന്നുള്ള ആ ദൈവമർമ്മം, അതിൻ്റെ ഫുൾ അഷ്വറൻസ് എഴുതിയിരിക്കണം. ആ അഷ്വറൻസ് പ്രാപിക്കാൻ വേണ്ടി നമുക്ക് സാധാരണ എന്തുവാ വേണ്ടത്? ഈ മർമ്മം മനസ്സിലാകാൻ ബൈബിൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ബുദ്ധിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ വേണ്ടത്? ഒരു മർമ്മം മനസ്സിലാക്കുവാൻ നമുക്ക് കുറേ ക്ലാസ്സസ് ലഭിക്കണം, ഇല്ലേ? ഒരു മർമ്മം മനസ്സിലാക്കുവാൻ നമ്മൾ വിചാരിക്കുന്ന തിയോളജിക്കൽ നോളജ് വേണം. ഈ മർമ്മം മനസ്സിലാക്കുവാൻ എനിക്ക് ബുദ്ധി അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഗ്രാസ്പിംഗ് പവർ വേണം, ഒത്തിരി ഓർമ്മശക്തി വേണം, ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ഇതൊന്നും അല്ല വേണ്ടത്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? അത് മനസ്സിലാക്കുവാൻ നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം. അത് ഭയങ്കര ഇതായിപ്പോയല്ലോ. ഈ മർമ്മം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് യു റിസീവ് ദ ഫുൾ അഷ്വറൻസ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ ആ മർമ്മം മനസ്സിലാകുവാൻ പരിജ്ഞാനം എഴുതിയിരിക്കുന്ന ദ നോളജ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്. വെറും പരിജ്ഞാനമല്ല, ജ്ഞാനം തന്നെ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ ജ്ഞാനം മനസ്സിലാകുവാൻ സ്തോത്രം നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഈ 1-ാം അധ്യായം നമ്മൾ കൊലോസ്യലേഖനം വായിച്ചപ്പോൾ അതിൻ്റെ 27ഉം 28ഉം വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ ക്രിസ്തു ആരാണ്? ക്രിസ്തു ഇപ്പോൾ എവിടാ വസിക്കുന്നത്? നിങ്ങളിലാ വസിക്കുന്നത്. ക്രിസ്തു എവിടാ വസിക്കുന്നത്? നിങ്ങളിലാ വസിക്കുന്നത്. അപ്പം നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ആ മർമ്മം നിങ്ങൾ അറിയുവാനാണ് താൻ താഴോട്ട് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു മനുഷ്യനെ ഇത് ബുദ്ധിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് ചിന്തിക്കണമെങ്കിൽ ദൈവിക ശക്തി വേണം. അത് പറയുന്ന വ്യക്തിക്കും വേണം, അത് കേൾക്കുന്ന വ്യക്തിയുടെ മേൽ വ്യാപരിക്കണം. എനിക്ക് മാത്രമുള്ള ശക്തി പോരാ, ഞാൻ പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സിലാക്കുവാൻ അതിനനുസരിച്ചുള്ള ശക്തി പറയുന്ന ആക്കും വേണം. അപ്പോൾ സ്തോത്രം. ഒരു സഭയോട് പറയുക, അതിനു വേണ്ടി നിങ്ങളെല്ലാം ആദ്യം എന്ത് ചെയ്യണം? പല കാഴ്ചപ്പാടിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറ്റുമോ? മർമ്മം ലഭിക്കത്തില്ല. കർത്താവ് സംസാരിക്കത്തുമില്ല, നിങ്ങൾക്കത് പ്രാപിക്കുവാനും കഴിയും. ഇപ്പം ഇന്ന് പൊതുവേ ഈ നാളുകൾ സഭകളിലൊക്കെ സംഭവിക്കുന്ന എന്തു? പല കാഴ്ചപ്പാട്, പല ആത്മീയ വളർച്ച. ഒരു വചനം തന്നെ പല രീതിയിൽ അവരത് മനസ്സിലാക്കണം. പാസ്റ്ററും വിചാരിക്കും ഞാൻ ഇവരെല്ലാം കൂടി ഒരുപോലെ ആക്കി തീർത്താൽ ഇവിടെ ആകെപ്പാട് കോൺഫ്ലിക്റ്റ് ആവും, നാളെ തൊട്ട് പകുതി കുടുംബങ്ങൾ വരത്തില്ല. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യാം? അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അതുകൊണ്ട് ജാതികളൊക്കെ പറഞ്ഞല്ലോ, അവനവൻ്റെ വിശ്വാസം അവനവനെ, അതൊന്നും വചനത്തിൻ്റെ പ്രമാണമല്ല. വചനത്തിൻ്റെ പ്രമാണം ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് നമ്മളോട് സംസാരിക്കണം, നമ്മളെല്ലാം വി ഹാവ് ടു ബി ക്ലോസ്ലി നിറ്റ് ടുഗെദർ. ഒരു കാഴ്ചപ്പാട്, അത് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട്. വചനം ഒരുപോലെ മനസ്സിലാക്കണം. ഒരാൾ വേറെ രീതിയിൽ മനസ്സിലായി, ഞാൻ വേറെ രീതിയിൽ മനസ്സിലായാൽ തന്നെ നമ്മൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു വിഷമം ഉണ്ടാവും, ഒരു തർക്കം ഉണ്ടാവും. അങ്ങോട്ട് ഈ പറയുന്ന പോലെ വചനത്തിൽ അങ്ങോട്ട് സ്നേഹത്തിൽ ഏകീഭവിക്കുവാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ അകത്ത് കിടന്ന ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നത്, ഞാൻ മാറത്തില്ല, നിങ്ങളിങ്ങനെ വിശ്വസിക്കുന്നത്, നിങ്ങൾ മാറത്തില്ല. ഓരോ കുടുംബവും ഓരോ വ്യക്തിയിലും, ഒരു കുടുംബത്തിൽ തന്നെ പലരും ഓരോ രീതിയിൽ വിശ്വസിച്ചു, അവരാരും മാറത്തുമില്ല. എന്നിട്ട് നമ്മളെല്ലാവരും വന്നിട്ടിരുന്ന് ഏകാത്മാവിനാൽ നമ്മളെ നിറയ്ക്കണേ. കർത്താവ് ഒന്നും സംസാരിക്കത്തില്ലെന്ന് വചനത്തിൽ കാണും. അപ്പം നിങ്ങൾക്ക് ജ്ഞാനത്തേക്കാൾ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഓർമ്മശക്തിയേക്കാൾ, അതിനുള്ളൊരു കപ്പാസിറ്റിയേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് ഈ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപോലെ ഏകീഭവിക്കണം. ഏകീഭവിച്ചിട്ട് നമ്മൾ അറിയേണ്ട ആ മർമ്മം പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ഫുൾ അഷ്വറൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അറിഞ്ഞാണ് പ്രിയ പൈതലും കഴിഞ്ഞ ദിവസം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടത്. നമ്മളൊക്കെ ചില നാളുകൾക്ക് മുമ്പ് ഇതുപോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതല്ല, ഫുൾ അഷ്വറൻസ്, നിശ്ചയം. എത്ര സ്ഥലത്താണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ഒരു വാക്യം മാത്രം വായിക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. 1 Thessalonians chapter 1 verse 5. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടുകൂടെ ആയിരുന്നു അവരുടെ അടുക്കൽ വന്നത്. ഞങ്ങളുടെ സുവിശേഷം
വെറും ജ്ഞാനത്താലല്ല, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ബഹുനിശ്ചയത്തോടുകൂടി. എങ്ങനെ ആയിരിക്കണം? പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ അവിടെ തെറ്റത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ ശക്തിയാൽ. പിന്നെ ഇത് പഠിപ്പിക്കുന്ന എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേറൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ഫുൾ അഷ്വറൻസ്, ബഹുനിശ്ചയം. ഇവിടെ എല്ലാം നമുക്കത് കാണാം. ബഹുനിശ്ചയം. ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അകത്ത് എടുക്കണ്ട, അവിടെ ഇരിക്കുന്ന പ്രത്യാശയുടെ നിശ്ചയം. അതിൻ്റെ 10-ാമത്തെ അധ്യായം ലേഖനം തന്നെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന വിശ്വാസത്തിൻ്റെ നിശ്ചയം, അഷ്വറൻസ് ഓഫ് ഹോപ്പ്, അഷ്വറൻസ് ഓഫ് ഫെയ്ത്ത്. അപ്പം ഇവിടെ എഴുതിയേക്കുന്ന ക്രിസ്തു എന്ന ദൈവമർമ്മം നമ്മളത് പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ പ്രാപിക്കേണ്ടത് ഫുൾ നിശ്ചയത്തോടെ. മറ്റുള്ളവരോട് പറയുമ്പോഴും അത് നിശ്ചയത്തോടെ പറയുവാൻ. ഇപ്പോഴും നമുക്ക് ഒത്തിരി വിഷയത്തിലൊക്കെ ഡൗട്ട് കാണും. അവിടെ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു നിശ്ചയം തരട്ടെ. പരിശുദ്ധാത്മാവ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ്റെ ആത്മാവല്ല, ഒരു നിശ്ചയത്തിൻ്റെ ആത്മാവാണ്. ദൈവമക്കൾ ഈ ദിവസങ്ങൾ പ്രാപിക്കേണ്ട ദൈവമക്കളെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിശ്ചയം പ്രാപിക്കണമെങ്കിൽ ഈ ഒറ്റയ്ക്ക് പോയി മുറിക്കകത്തോട്ട് പോയി കഥ വടച്ചപ്പോൾ ഇരുന്ന് ഞങ്ങൾ ഒത്തിരി സമയം ദൈവസന്നിധിയിൽ ഇരിക്കണം. ഈ ദിവസങ്ങൾ ആ ഇരിക്കുന്ന സമയങ്ങളിൽ പറയുന്നത് എന്തു പ്രാപിക്കുക? നമ്മൾ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുക. ശബ്ദം കേട്ട ഒരു വ്യക്തി ഒരിക്കലും മാറിപ്പോകത്തില്ല. അതാണ് നിശ്ചയം. അപ്പോൾ ഈ ദിവസങ്ങൾ ബഹുനിശ്ചയത്തോടെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ, കൊലോസിലെ. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഇൻ ജീസസ്, അല്ലെങ്കിൽ യേശുവിൽ എല്ലാ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം, ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് ഓഫ് നോളജ്, ഇതൊക്കെ അങ്ങോട്ട് ഈ ട്രഷർ ബോക്സ് അങ്ങോട്ട് തുറന്ന് ഈ ജ്ഞാനവും ഈ പരിജ്ഞാനവും എന്നിലേക്ക് പകരുമ്പോൾ ദൈവമക്കളെ എന്നിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവും, ഇല്ലേ? വ്യക്തിപരമായിട്ട് പറയാം. അതുപോലെ നിങ്ങളിലേക്ക് പകരുമ്പോൾ ലോകം നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ദൈവമക്കളോട് പറയാനുള്ള പോഷത്തെ എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല. ലോകം പറയുന്ന കേട്ട് അത് ആവർത്തിക്കില്ല, ഡോണ്ട് ഇമിറ്റേറ്റ്. ആ ലോകം പറയുന്ന കേട്ട് അത് ഏറ്റു പറയില്ല. അതല്ല ദൈവം നമ്മളെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ദൈവം നമ്മളെ നിറയ്ക്കത്തില്ല. അപ്പം നമ്മൾ ഈ ദിവസങ്ങൾ നിറയ്ക്കേണ്ടത് എന്തോ? അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ. നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചു നേരത്തെ. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ അതാ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ക്രിസ്തുവിലല്ലോ, യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ താൻ ദൈവമാണെന്നുള്ള ആ മർമ്മം മനസ്സിലാക്കുവാൻ, അതിൻ്റെ നിശ്ചയം പ്രാപിക്കുവാൻ. എന്നിട്ട് ഇവിടെ പറയുക യേശുവിലല്ലോ. അവനിലല്ലോ എന്ന് പറഞ്ഞാൽ യേശുവിലല്ലോ എല്ലാ ജ്ഞാനവും പരിജ്ഞാനവും. കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമില്ല. കർത്താവിനെ അറിയാത്തതൊന്നുമില്ല. കർത്താവിന് യേശുവിനാൽ നടക്കാത്തതൊന്നുമില്ല. നത്തിങ് ഇസ് ഇമ്പോസിബിൾ ബൈ ദ ലോർഡ്. ദർ ഇസ് നത്തിങ് ദാറ്റ് ഹി ഡസൻറ്റ് നോ. ആദ്യങ്ങൾ തന്നെ അവസാനം അറിയാം. നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾ എന്തായിത്തീരും എന്നുള്ള കാര്യം ആർക്കറിയാം? അതിലാണല്ലോ പേരൻസിന് കൂടുതലും വിഷമം. ഇനി നമ്മുടെ ഭാവി, നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പ്രായം വരും, ക്ഷീണം വരും. നമ്മുടെയൊക്കെ അവസ്ഥ ഭാവിയിൽ എന്തായിത്തീരും? വല്ലാത്ത അവസ്ഥയായിത്തീരുമോ? ലജ്ജിച്ചു പോകുമോ? നമുക്കറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? എൻ്റെ യേശുവിനറിയാം. അപ്പം അവനിലാണ്, യേശുവിലാണ് സകല ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എല്ലാ ദൈവശക്തിയുടെയും സ്തോത്രം, എല്ലാ വിടുതലിൻ്റെയും ഉറവിടം അവനാണ്, യേശുവാണ്. എല്ലാ സൗഖ്യത്തിൻ്റെയും ഉറവിടം യേശുവാണ്. അപ്പം ഇതിലെല്ലാം ഓൾ ദ ട്രഷേഴ്സ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഇച്ചിരി ജ്ഞാനമല്ല, ട്രഷേഴ്സ്, അതിൻ്റെ നിക്ഷേപം യേശുവിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാകരുത്. ഇത് ഈ പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് നിക്ഷേപം യേശുവിലാണ്, മനസ്സിലാക്കണോ? ഇത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മനസ്സിലാക്കി കഴിച്ച് അതിൻ്റെ ബലം പ്രാപിച്ച്, അങ്ങനല്ലേ? പ്രോട്ടീനുള്ള എന്ത് ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും ഇനി രുചിയുള്ളത് ഗുണമുള്ളതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിച്ച് അത് രുചിച്ച്, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്, ബ്ലെസ്ഡ് ഈസ് ദ മാൻ ദാറ്റ് ട്രസ്റ്റഡ് ഹിം, ഇല്ലേ? അവന് ദൈവത്തെ രുചിച്ചു നോക്കുവേൻ, അവനിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ, ഈസ് ബ്ലെസ്ഡ്. അപ്പം ഇത് ഞാൻ രുചിച്ചു നോക്കുമ്പോഴാണ്, ഇത് രുചിച്ചു നോക്കുമ്പോൾ ഞാനത് രുചിച്ചു നോക്കും, ഞാനത് മറ്റുള്ളവരോട് പറയും. നല്ലത് കണ്ടാൽ നമുക്കൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യും? പറയും. അതാദ്യം നമ്മൾ രുചിച്ചിട്ടൊന്ന് കൺഫേം ചെയ്യും. ഇതാർക്കോ ഏതോ ഒരു ദൈവദാസനെ സൗഖ്യപ്പെടുത്തിയ കർത്താവല്ല,
സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അനുഭവം. അപ്പം ഓരോ വിഷയത്തിനും വിടുതൽ, അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ വിടുതൽ. എന്നിട്ട് വേണം അത് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി കരയറ്റി ഈ എക്സ്പീരിയൻസ് ആണ് ഞാൻ മറ്റുള്ളവരോട് പറയേണ്ടതുള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ നമുക്ക് ഏത് സമയത്ത്, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുവാൻ, നമ്മുടെ ഈ അനുഭവങ്ങൾ പറയുവാൻ. അതുകൊണ്ട് ചില സമയത്ത് സാത്താൻ നമ്മളെ ക്ഷീണിപ്പിച്ചു, അയ്യോ ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്നല്ല. സാത്താൻ ക്ഷീണിപ്പിക്കാൻ ഞാൻ സാത്താൻ്റെ ഒരു ഏജൻ്റായി തീരല്ല. നമ്മൾ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ വിശുദ്ധിയിൽ നിന്നും പ്രാഗൽഭ്യത്തിൽ നിന്ന് അകറ്റുന്ന സാത്താൻ്റെ പദ്ധതി അതിന് ആരിൽ കൂടാണെങ്കിലും അവിടെ അങ്ങ് ലൈൻ വരച്ച് നിർത്തി നമ്മളവിടെ എല്ലാം ജയം പ്രാപിച്ച് വചനത്തിലൊരു പ്രമാണമുണ്ട്. പ്രമാണം അനുസരിച്ച് നിൽക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. സമയത്തിലും അസമയത്തിലും ഏത് മനുഷ്യനെ എൻകറേജ് ചെയ്യുവാൻ. സോ അതുകൊണ്ട് ഇവിടെ പറയുക, നമ്മളത് അനുഭവിച്ചിട്ട് മറ്റുള്ളവരോട് പറയണം, എൻ്റെ യേശുവിലാണ്, അല്ല ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ അവനിലാണ്, ഇൻ ജീസസ് ഡ്വെൽസ് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. നമ്മൾ നേരത്തെ വായിച്ചു. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, എല്ലാ നിറവും അവനിൽ നിന്നുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം എൻ്റെ യേശുവിലാണ്. 4ാമത്തെ വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് നോ വൺ ചീറ്റ് യു വിത്ത് പെർസ്വേസീവ് വേർഡ്സ്, അല്ലെങ്കിൽ വശീകരണ വാക്ക്. ഈ വശീകരണ വാക്കിന് ഭയങ്കര പവറാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ എഴുതിയതോ, ചിലർക്ക് പുസ്തകം വായിച്ച് അതിലാണ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്, ചിലർ കേട്ടാണ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്. അപ്പോൾ എന്തെങ്കിലും കേട്ടാലോ എന്തെങ്കിലും വായിച്ചാലോ അതാണ് ദൈവിക പ്രമാണം എന്ന് അതേ കയറി ഏറ്റുപിടിക്കാൻ പോകല്ല. അതിന് ഞാനല്ല, അതിന് ഏത് വലിയ ദൈവദാസൻ പറഞ്ഞാലും, അതിന് വലിയ പ്രായമുള്ള വലിയ ഒത്തിരി പേരെ ദൈവസന്നിധിയിലേക്ക് കർത്താവിൻ്റെ വേലയെ കൊണ്ടുവന്നൊരു ദൈവദാസൻ പറഞ്ഞാലും അത് ദൈവവചനത്തിൽ കൂടും. അത് കർത്താവിനോട് ചോദിച്ചും ആ വിഷയത്തിലെല്ലാം ഒരു ക്ലാരിറ്റി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നിയതല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്. അപ്പം ഇവിടെ എല്ലാം സാത്താൻ പല ദൈവദാസന്മാരെയാണ് ഉപയോഗിക്കുന്നത് ആൾക്കാരെ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ. അതുകൊണ്ടാണ് പേഴ്സ്വേസീവ് വേർഡ്സ്, എന്നെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച്. ചിലർക്ക് വർത്തമാനം പറയാൻ നല്ല കൃപയാണ്. അങ്ങനെയുള്ളവരെയാണ് സാത്താൻ നോട്ടം ചെയ്യുന്നത്. വർത്തമാനം പറയാൻ കൃപയില്ലാത്ത പാസ്റ്റർമാരെ മേൽ സാത്താൻ കയറിയിട്ടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അവർക്കൊരു കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കി വശീകരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഈ നല്ല വാഗ്മികളായ ദൈവദാസന്മാരെയാണ് സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആദ്യം ആ ദൈവദാസന്മാരെ അങ്ങ് ക്ഷീണിപ്പിക്കും. അവരുടെ ജീവിതത്തിൽ ദൈവകൃപയില്ലാതാക്കി തീർക്കും. അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാഗൽഭ്യത്തോട് പറയുവാൻ കഴിയാത്ത രീതിയിലാക്കി തീർക്കും. എന്നിട്ട് അവരൊരു അവർക്ക് വർത്തമാനം പറയാൻ കഴിവുണ്ടല്ലോ, ഒരു പുതിയ ഐറ്റവുമായിട്ട് വരും. കാര്യം എല്ലാ പ്രാവശ്യവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചില്ല എന്തെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ അപ്പോസ്തലൻ ഓർപ്പിച്ച പോലെ ഈ ദൈവശക്തി പ്രാപിക്കാൻ താൻ പറയുന്നു, എൻ്റെ മേൽ വ്യാപരിച്ച അളവറ്റ ശക്തിയാലാണ് ഞാൻ ഒരാളെ പെർഫെക്റ്റ് ആക്കുന്നത്. ആ അളവറ്റ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്പറും കൊണ്ടിറങ്ങും, ദൈവദാസനായി പോയില്ലേ. അപ്പം അതുപോലെ ഒത്തിരി പേരാണ് ഈ നാളുകളിൽ അവർ കേട്ട എന്തെങ്കിലും, അവർ വായിച്ച എന്തെങ്കിലും ദൈവദാസന്മാർ തന്നെ ആൾക്കാരെ പറഞ്ഞ് വശീകരിച്ച് ഇതാണ് സത്യമെന്ന് പറഞ്ഞ് മാറ്റിക്കളയുമ്പോൾ ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുക, ഒരു വശീകരണ വാക്കിനാൽ ഒത്തിരി ദൈവദാസന്മാർ ഈ അന്ത്യനാളുകളും കാഴ്ചപ്പാട് വിട്ട് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഒന്നും കേൾക്കാൻ പാടില്ല ദൈവമക്കളെ. സ്തോത്രം. ആത്മാവിൽ നമ്മളെ ജീവിപ്പിക്കുന്നത്, ലോകത്തിൽ നകറ്റി ദൈവത്തോട് അടുപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആ കാര്യത്തിലൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരാഴ്ച ആത്മാവിൽ ക്ഷീണമുള്ള ഒരാഴ്ചയായിരിക്കും. ആരുടെങ്കിലും ഇങ്ങനത്തെ പ്രസംഗം കേൾക്കുകയോ പുസ്തകം വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതെന്നെ കയറി ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊരു കരടായിട്ട് ഇവിടെ കിടക്കും. അതവിടെ കിടന്ന് പ്രോസസ്സ് ചെയ്ത് ഒരു ചിന്തയായി മാറും. അത് അവസാനം എന്നെ എന്നും ഒരു കൺഫ്യൂഷനായിട്ട് ഇവിടെ കിടന്ന് ഹോണ്ട് ചെയ്യാതെ സ്തോത്രം അവിടെ എല്ലാം ഒരു ക്ലാരിറ്റി പ്രാപിക്കുവാൻ. അല്ലെങ്കിൽ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന നമുക്കറിയാം, ഒത്തിരി ലേഖനത്തിൽ മുഴുവനും ഓരോ സഭയോട് ഓർപ്പിക്കുന്നത് ദൈവദാസന്മാർ. ഇവിടെ 16 കർത്താവായ ക്രിസ്തുവിനെയല്ല ഞങ്ങളെ വയറ്റിനെ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യും. ഇവിടെ എഴുതിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവർ കർത്താവിനെ സേവിച്ച് തുടങ്ങിയതാ, പക്ഷേ ഇപ്പം ആരെയാണ് സേവിക്കുന്ന? അവരുടെ വയറിനെയാണ് സേവിക്കുന്നത്. എന്തുവാ അതിൻ്റെ അർത്ഥം? എന്തുവാ?
പണ്ട് ഫോക്കസ് എന്തുമായിരുന്നു? കർത്താവ് എന്തു പറഞ്ഞാലും ഞാൻ അതുപോലെ പറയും, അതിന് വിശുദ്ധീകരണത്തോട് നിന്ന് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പറയും. ഇപ്പോഴത്തെ ഫോക്കസ് എന്തുവാ? വയറിനെ സേവിക്കുന്നു പറഞ്ഞാൽ കുറച്ച് വിശ്വാസികൾ കൂടണം, അവർ തരുന്ന നന്മയൊക്കെ പ്രാപിക്കണം. അപ്പം അതിനൊന്നും പ്രോബ്ലം വരില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നമുള്ളതൊന്നും പറയാതിരിക്കുമ്പോൾ അവസാനം പരിശുദ്ധാത്മാവ് സംസാരം നിർത്തും. ഇവരെവിടുന്നെങ്കിലും നെറ്റിൽ നിന്നോ വേറെ പ്രസംഗത്തിൽ നിന്നോ ഒക്കെ എടുത്ത് ഇവരങ്ങ് പറയും. അങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് പോയി. ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? അവർ വയറിനെ സേവിക്കുന്നവരാ, അവർ മുഖസ്തുതിയും ചക്കരവാക്കൊക്കെ പറഞ്ഞു. കാര്യം ഈ ആൾക്കാരെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ അവരുടെ കുറവ് വെളിപ്പെടുത്തൽ. ഇപ്പോൾ ഒരു സഹോദരനിൽ ഒരു സഹോദരിയിലോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന തെറ്റാ, അത് വെളിപ്പെടുത്താൻ പോയാൽ ആകപ്പാടെ പ്രശ്നമാണ്. അപ്പോൾ അത് വെളിപ്പെടുത്തല്ല. യെസ് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. എന്ത് സന്തോഷമില്ലേ? ചില പസ്മാരൊക്കെ ഉണ്ട്, ഞാൻ പലരെയും എനിക്കറിയാം, ഞാനതിന് തെറ്റായിട്ട് പറയാമല്ല, അവർക്ക് നല്ല ചിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്കതില്ല കേട്ടോ. ചിലർ നല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര എന്ത് പറഞ്ഞാലും നിങ്ങളൊരു തെറ്റായ കാര്യം ഇനി പറഞ്ഞെന്ന് വെച്ചോ, അതെങ്ങനെ മനസ്സിലായി? പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പുകഴ്ത്തി അവർക്കും വലിയൊരു സന്തോഷം. ആരും കറക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കറക്ഷൻ വരുമ്പോൾ പിള്ളേർക്ക് ഏറ്റവും വിഷമമുള്ള വിഷയം എന്തുവാ? ആകെപ്പാടെ പ്രശ്നം. ഇനി ഭാര്യയ്ക്കാണേലും ഭർത്താവിനാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്ഷൻ പറഞ്ഞു പോയോ, കറക്റ്റ് ചെയ്യാതെ ഭാര്യയോട് പറയുക നീ ചെയ്യുന്നതെല്ലാം ശരിയാ, ഭർത്താവിനോട് പറയുക ചേട്ടൻ ചെയ്യുന്നല്ല അച്ഛൻ ചെയ്യുന്നത്. അമ്മമാർ പിള്ളേരോട് പറയുക മോൻ ഗുഡാണ്, നല്ലതാണ്, എല്ലാം ഒരു പ്രശ്നമില്ല. പക്ഷെ നീ വചനപ്രകാരം ഇങ്ങനെ ചെയ്യേണ്ടത്. നീ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ഉദാസീനതയോട് ചെയ്താൽ നീ ശപിക്കപ്പെട്ടവനായി തീരും എന്ന് മക്കളോടൊന്ന് പറഞ്ഞു നോക്കിയേ. നീ വചനപ്രകാരം ഇന്ന വിഷയത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. നീ ഇങ്ങനെ പോയില്ല നല്ല അടി വാങ്ങിച്ചെൻ്റെ കൈയും കാലും ദൈവം തല്ലി ഓടിച്ചിടും എന്ന് പറഞ്ഞു നോക്കിയേ. വചനം പറയുന്ന അങ്ങനെയല്ലേ? അത് അങ്ങനെ തന്നെ പേരൻസ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഈ പേരൻസും പിള്ളേരുമായിട്ടുള്ള ബന്ധമാകെപ്പാട് പിള്ളേരുടെ പിന്നെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? ഈ കറക്റ്റ് ചെയ്യുന്ന പേരൻസായിപ്പോൾ. അത് വിചാരിച്ച് ഞാനോ ഇനി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പേരൻസ് പോട്ടെ, കുഞ്ഞുങ്ങളല്ല, അവർ പിന്നീട് എപ്പോഴെങ്കിലും അങ്ങ് നാളെ ആരെന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് അങ്ങ് പിന്നെ എപ്പോഴെങ്കിലും അങ്ങ് വയസ്സാകാൽ പിന്നെ എപ്പോഴെങ്കിലും അങ്ങ് ശരിയായിക്കോളൂ. അങ്ങനൊന്നും ശരിയാകത്തില്ല. ശരിയാകേണ്ട പ്രായത്തിൽ എന്ത് ചെയ്യണം? ശരിയാക്കണം. ഡിസിപ്ലിൻ ചെയ്യേണ്ട പ്രായത്തിൽ ബൈബിൾ പറയുന്നത് അവരുടെ യൗവനത്തിൽ നീ എന്ത് ചെയ്യണം? വചനം പറഞ്ഞ് അവരെ ഉപദേശിക്കണം, ശിക്ഷിക്കണം, ശാസിക്കണം, സ്തോത്രം, അടിക്കണം. അതെല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ അവർ പ്രായമാകുമ്പോൾ കറക്റ്റായിട്ട് ജീവിക്കത്തുള്ളൂ. അത് ബന്ധങ്ങൾ പോകും എന്നൊന്നും വിചാരിച്ച് ബന്ധങ്ങളാണോ വിഷയം? അവസാനം കർത്താവുമായിട്ടുള്ള ബന്ധം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഭാര്യ ഭർത്താവ് ആണെങ്കിലും നീ കമ്പനിയിലാണെപ്പോലും ഈ കഴിഞ്ഞിട വരെയും ഞാനൊക്കെ ഇൻ്റർസ്റ്റേറ്റ് ഓടിക്കുമായിരുന്നു, ഒരു ഹെൽമെറ്റും ഇല്ല, കണ്ണാടി പോലും ഒന്നും വെക്കത്തില്ല. ഇപ്പോഴും എൻ്റെ കണ്ണൊക്കെ കാണുന്നല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അന്നൊരു എൻ്റെ ആദ്യത്തെ പഴയ ബുള്ളറ്റാണ്, സ്റ്റേറ്റുകൾ വിട്ടിങ്ങനെ അടിച്ചു വിട്ടങ്ങ് പോകുമായിരുന്നു. അന്ന് ഹെൽമെറ്റ് വെക്കണ്ടായിരുന്നു. പിന്നെ ഈ ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആകെപ്പാട് വിഷമമായി. ഇപ്പോൾ ഹെൽമെറ്റല്ല ഒത്തിരി കാര്യങ്ങളാണ് നിയമം. വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ മാത്രം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോരെ. ഇപ്പോൾ അടുത്ത പുതിയ നിയമം എന്തുവാ? ബാക്കിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യണം? കാറിൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്ന എന്ത് വിഷമമാണെന്നറിയാം. നിയമം നല്ലതാണ്, നമ്മുടെ നല്ലതിനാണ്. പക്ഷേ നമുക്ക് ഇത്രയും നാളും കേരളത്തിൽ ഈ നിയമങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ തോന്നിയ പോലും ഓടിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഈ നിയമം വന്നപ്പോൾ ആകെപ്പാടെ വിഷമമാണ്. അതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ പലരും പോലീസിനെ കാണുമ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ഹെൽമെറ്റ് എടുത്ത് കയ്യിലിട്ട് ഓടിക്കും, പോലീസിനെ കാണുമ്പോൾ എടുത്ത് തലയിലിടും. മലയാളികൾ കാരണം ഇത്രയും നാൾ മറ്റുള്ള രാജ്യങ്ങൾ പ്രോബ്ലം ഇല്ല, അവർക്ക് പണ്ട് തൊട്ട് നിയമമുണ്ട്. നമുക്കപ്പോൾ സ്പീഡ് ലിമിറ്റ് പണ്ട് എത്ര വേണം സ്പീഡിൽ ഇപ്പോൾ ഹൈവേയിൽ 70 പോകാൻ പറ്റത്തുള്ളൂ. 70 കയറുന്നോ നമ്മൾ നോക്കിയിരുന്നോ. 80 കയറുമ്പോൾ ഫൈൻ, പോലീസ് അവിടെ വന്ന് നിൽക്കും, ഫൈൻ അടിക്കും. അപ്പം നിയമങ്ങളാകെപ്പാടെ നമുക്ക് വിഷമം. ഇത്രയും നാൾ നമുക്ക് ടാക്സ് അടയ്ക്കണ്ടായിരുന്നു. എത്ര കാശ് അക്കൗണ്ടിൽ വന്നാലും പോയാലും വസ്തു വിറ്റാലും ഒന്നിച്ച് അതെല്ലാം ആകെപ്പാട് പ്രശ്നമായി. ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു. വണ്ടിയുടെ നിയമം കേരള RTOയോട് ഭയങ്കര ദേഷ്യമാണ്. RTOനെ പോലീസ് ഓഫീസേഴ്സിനെ കാണുന്ന മനുഷ്യർക്ക് ഇപ്പോൾ എന്തുവാ? അപ്പം ഇൻകം ടാക്സ് ആകെപ്പാട് ഗവൺമെൻറ്റിനെയാണ് എല്ലാവരും ചീത്ത വിളിക്കുന്നത്. ടാക്സ് കളക്ട് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് 40, 50 അതിൽ കൂടുതലും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഒരു പട്ടിയെ വളർത്തണേ ടാക്സ് അടയ്ക്കണം, ഒരു കാറ് വേണേൽ ടാക്സ് അടയ്ക്കണം. അത് ലക്ഷറി ടാക്സ് എല്ലാവരും അടയ്ക്കണം. ഞാൻ പറഞ്ഞ അവരുടെ ഇത് മാറി ലക്ഷറി സോണിലേക്കോ. ഞാൻ പറഞ്ഞത് ഈ നിയമം എന്ന് പറയുന്നത് നമുക്ക് ആകെപ്പാട് വിഷമമുള്ള കാര്യമാണ്.
അതുകൊണ്ട് വചനത്തിലും നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പക്ഷെ വചനത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ആദ്യം പ്രസംഗിക്കുന്ന ദൈവദാസൻ ജീവിതത്തിൽ എന്ത് പ്രാപിക്കണം? ഡിസിപ്ലിൻ പ്രാപിക്കണം. നമ്മൾ ഓരോ പരിശുദ്ധാത്മാവിനെ വെച്ചിരിക്കുന്നതിന് എന്തിനാണ്? നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുവാൻ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് വിഷമം തോന്നിയിട്ട് സഭയിൽ പലരും സഭയിൽ വരാതെ ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നത് എന്തിനാണെന്നറിയാം? ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല. ഇഷ്ടംപോലെ തോന്നിയ പോലെ ഇരിക്കുക, ഓൺലൈനായിട്ടിരുന്ന്. ഓൺലൈൻ കൂട്ടായ്മയിൽ ഡിസിപ്ലിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ സന്തോഷമാണ്. കുളിക്കണ്ട, അതാണ് അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതാണ് ആ പാട് വിഷമം ചിലർക്ക്. രാവിലെ എഴുന്നേറ്റ് വരണ്ട, ഇന്ധന ലാഭം. നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് പല കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം, പല വിഷയങ്ങൾ ആകെപ്പാട്. സ്തോത്രം ദൈവമക്കളെ, ജീവിതത്തിൽ ഓരോ മേഖലയിൽ, കുടുംബജീവിതത്തിൽ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. നമ്മൾ സംസാരിക്കേണ്ട രീതി, നമ്മൾ ചിന്തിക്കേണ്ട രീതിയിൽ പരിശുദ്ധാത്മാവിനെ ഒരു കാര്യസ്ഥനായിട്ട്, ഒരു ഗൈഡായിട്ട് വെച്ചിരിക്കുന്ന 4-ാമത്തെ വാക്യം ഒന്നുകൊണ്ട് വായിച്ച്, ആരും നിങ്ങളെ വശീകരണ വാക്കിനാൽ, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ വശീകരണ വാക്കിനാൽ. 2 പത്രോസ് 3-ാം അധ്യായത്തിലൊക്കെ എടുക്കേണ്ട അവിടെ എഴുതിയേക്കുന്ന തങ്ങളുടെ നാശത്തിനായിട്ട് അതിനു വേണ്ടി ആക്കി തീർക്കുന്നു. അപ്പം ഒത്തിരി പേര് കെട്ടുകഥകളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു ശുദ്ധീകരണത്തിനുള്ള, ഡിസിപ്ലിനിലുള്ള കാര്യങ്ങൾ പറയാതെ, എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന ഓരോ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ടോസ്റ്റ് ടു ആൻഡ് ഫ്രോ ബൈ ഡിഫറെൻറ്റ് ഡോക്ടറിൻസ്. ഒന്ന് കേൾക്കും, അതാണ്, വേറൊന്ന് കേൾക്കും. അപ്പോൾ ഓരോ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലയുമ്പോൾ ഇവിടെ 2 പത്രോസ് 1-ാം അധ്യായം 20-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചാൽ, 2 Peter 1:20. തിരുവചനത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളേണ്ടത്. തിരുവചനത്തിൻ്റെ പ്രവചനം, ദ പ്രൊഫസി ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ഈ വചനത്തിന് എന്തുണ്ട്? അതിനൊരു ആഴമുണ്ട്, അതൊരു പ്രവചന വാക്യമാണ് എന്ന് വളരെ ദിസ് പ്രൊഫറ്റിക് വേർഡ് എന്നൊക്കെ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഈ പ്രവചന വാക്യം. അപ്പോൾ തിരുവചനത്തിലെ പ്രവചനം അത് ഇറ്റ് ഇസ് നോട്ട് കം ബൈ എനി മാൻസ് പ്രൈവറ്റ് ഇൻ്റർപ്രിറ്റേഷൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ വ്യാഖ്യാനമല്ല. തിരുവചനത്തിൻ്റെ പ്രവചനം അതൊരു വ്യക്തി പറയുന്ന വ്യാഖ്യാനമല്ല, പക്ഷേ അത് ആത്മാവിനാലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പിന്നീട് വീട്ടിൽ ചെന്ന ആ വാക്യങ്ങളൊക്കെ വായിച്ചാൽ മതി. അപ്പോൾ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ഒരു വ്യക്തി പറയുന്ന ഇൻ്റർപ്രിറ്റേഷൻ അല്ല കേൾക്കേണ്ടത്. നമ്മളിൽ അതെങ്ങനെ വരണം? അതുകൊണ്ട് പ്രബോധനങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കേട്ട് അവിടുന്ന് കേട്ട് ഇവിടുന്ന് കേട്ട് തോന്നിയതൊന്നും പറയല്ലേ. അതൊക്കെ കൺഫ്യൂഷൻ സഭയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച, അവിടെ ഇറ്റ് ഷുഡ് നോട്ട് ബി ബൈ എനി വൺസ് ഇൻ്റർപ്രിറ്റേഷൻ. ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ഒരു മനുഷ്യൻ്റെ വ്യാഖ്യാനത്താലുമല്ല, പക്ഷേ മനുഷ്യൻ പ്രൈസ് ലോർഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് ദൈവദാസന്മാർ അഭിഷേകം സംസാരിച്ചതാണ്. ഒരാളുടെ പ്രൈവറ്റ് ഇൻ്റർപ്രിറ്റേഷൻ അല്ല, ഒരാൾക്ക് തോന്നിയതല്ല. സ്വതന്ത്രം ഞാനതിങ്ങനെ മനസ്സിലാക്കുന്ന പോലല്ല. ദൈവവചനത്തിൻ്റെ ആഴം അല്ല, തിരുവചന പ്രവചനം അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് എത്ര വ്യക്തമായിട്ടാണ്. അവിടെ നമ്മളൊക്കെ ഈ ദിവസങ്ങൾ വചനം വായിക്കുമ്പോൾ, പ്രബോധനങ്ങൾ പറയുമ്പോൾ, നിങ്ങളെല്ലാവരും പ്രബോധനം പറഞ്ഞു അതിനുള്ള ടൈം ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും പ്രബോധനം പറയുമ്പോൾ ഓർത്തോണം, അത് ദൈവത്തിൽ നിന്നൊരു വ്യക്തത പ്രാപിച്ച്. ഇവിടെ ഒക്കെ നമ്മൾ വായിച്ചില്ലേ, ഫുൾ അഷ്വറൻസ്. ഒരു ക്രിസ്തുവിനെ പറ്റിയുള്ള മർമ്മം നമ്മൾ സംസാരിക്കുമ്പോൾ അത് പൂർണ്ണ നിശ്ചയത്തോടു കൂടി, അതൊരു മനുഷ്യനിൽ നിന്ന് കേട്ടതായിരിക്കില്ല, ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച പൂർണ്ണ നിശ്ചയത്തോടുകൂടി ആയിരിക്കട്ടെ. കർത്താവ് വളരെ വിഷമത്തോടുകൂടി ഹോശേയ പ്രവചന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജനം എന്ത് ചെയ്യുന്നു? സത്യം അറിയാത്തതുകൊണ്ട് അവർ തെറ്റിപ്പോകുന്നു. എന്നിട്ട് ആ വാക്യം തന്നെ ഇന്നലെ ഞാൻ വൈകിട്ട് വാക്യം എടുത്തപ്പോൾ ഹോശേയ ചാപ്റ്റർ 4:6 അവിടെ എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരോട് പുരോഹിതന്മാരോട് പറയുക, നിങ്ങളത് കറക്റ്റായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഞാൻ എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്, ഐ വിൽ ഫൊർഗെറ്റ് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ മക്കളെ ഞാൻ മറന്നുപോകും. ഒന്ന് എടുത്താട്ട വാക്യം, ഹോശേയ 4:6. പരിജ്ഞാനമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് മൂലഭാഷ എഴുതിയേക്കുന്നത് ദ നോളജ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പലയിടത്തും പരിജ്ഞാനം എഴുതിയിട്ടുണ്ട്, പരിജ്ഞാനം പലയിടത്തും ജ്ഞാനം എഴുതിയിട്ടുണ്ട്. രണ്ടാണ് ശരിക്കും. നോളജ്, ആ ജ്ഞാനം, ദൈവവചനത്തെ പറ്റിയുള്ള ജ്ഞാനമില്ലാത്തതുകൊണ്ട്, പ്രമാണത്തെ പറ്റിയുള്ള ജ്ഞാനമില്ലാത്തതുകൊണ്ട് വലിയവനായ ദൈവം പറയുക, എൻ്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. യെസ്,
ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെ ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഈ ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടതാ ദൈവദാസനോട്, പക്ഷേ അത് വിശ്വാസികളോട് പറഞ്ഞില്ല. നീ അത് അറിഞ്ഞുകൊണ്ട് മറന്നതുകൊണ്ട് ഞാനും നിന്നെ എന്ത് ചെയ്യും? മറന്നു. നീ കറക്റ്റായിട്ട് അവരെ പഠിപ്പിക്കേണ്ട. പുരോഹിതനോട് പറയുക, അന്ന് പുരോഹിതന്മാരേ ഉള്ളല്ലോ, ദൈവത്തിൻ്റെ അഭിഷേകത്തോട് പറയുക, നീ അത് കറക്റ്റായിട്ട് അവരെ പഠിപ്പിച്ചില്ല. നിന്നോട് ഞാൻ സംസാരിച്ചു, നീ അതെന്ത് ചെയ്തു? മറന്നു. നീ അത് മറന്നതുകൊണ്ട് ഞാൻ നിന്നോട് 2 പണിഷ്മെൻ്റ് അവിടെ ദൈവദാസന്മാരോട് പറയും. നീ അത് മറന്ന് കറക്റ്റായിട്ട് ജനത്തെ പഠിപ്പിക്കാഞ്ഞോട് ഞാൻ നിന്നെ വിൽ ഫോർഗെറ്റ് യു, ഞാൻ നിന്നെ മറന്നു കളയും. 2ാമത് എഴുതിയേക്ക് നിൻ്റെ സന്തതികളെ, അല്ലേ, നിൻ്റെ മക്കളെയും ഞാൻ, അത് വലിയൊരു ജഡ്ജ്മെൻ്റ് അല്ലേ, നിൻ്റെ തലമുറയും ഞാൻ എന്ത് ചെയ്യും? മറക്കും. അപ്പോൾ ഒരു ദൈവദാസൻ കറക്റ്റായിട്ട് വചനം പഠിപ്പിച്ചില്ലെങ്കിൽ ദൈവം പറയുക, ഞാൻ നിന്നെയും മറക്കും, നിൻ്റെ മക്കളെയും അല്ല അടുത്ത തലമുറയും ഞാൻ മറക്കും. അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ ഈ ദിവസം ഇവിടെ സഭയോട് പറയുക, ഹല്ലേലൂയ. നമ്മളിവിടെ കൊലോസ്യ ലേഖനം ആദ്യത്തെ 3-4 വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ ഈ മർമ്മം മനസ്സിലാക്കുക. കൊലോസ്യസ് ഉള്ളവർ മാത്രമല്ല, ലവോദിക്കയിലുള്ളവരും ഞാൻ ഇതുവരെയും നിങ്ങളെ ശരീരത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 1-ന്റെ അവസാനവും 2-ന്റെ തുടക്കത്തിലും ഒക്കെ പറയുന്നു, ഞാൻ അതിനു വേണ്ടി പോരാടുന്നു. I strive, I have that conflict in my mind എന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആ വിഷമമുണ്ട്, നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വരാത്ത ഒത്തിരി കൺഫ്യൂഷൻ. സ്തോത്രം. ഇവിടെ എല്ലാം സഭകളോട് പറയുവാൻ കാരണം അനേകർ വന്ന് അവരും ദൈവദാസന്മാരാണ്. ഇവിടെ വന്നൊരു ദൈവദാസൻ പറഞ്ഞാൽ നിങ്ങൾ മാറിപ്പോകത്തുള്ളൂ. അല്ല, എവിടെയെങ്കിലും നിങ്ങൾ ദൈവദാസൻ്റെ വാക്ക് കേട്ടാൽ പലപ്പോഴും തെറ്റിദ്ധരിച്ചപ്പെട്ടു പോകുന്നു. നമ്മൾ പല ക്ഷീണിച്ച് പോകുന്ന ദൈവദാസന്മാരെ, ആത്മാവിൽ ക്ഷീണിച്ചുള്ളവരെ സാത്താൻ കയ്യിലെടുത്തിട്ട് മറ്റൊരു ഉപദേശം പറയുവാൻ, അല്ലെ ശരിയായിട്ടുള്ള ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് പറയുവാൻ, പലവിധ ആചാരങ്ങൾ പല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുവാൻ അങ്ങനെ ദൈവദാസന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇവിടെ പറയുക, അങ്ങനെ വന്ന എല്ലാ കൺഫ്യൂഷൻ, അങ്ങനെ സഭയ്ക്കകത്തോട്ട് നുഴഞ്ഞു കയറുന്ന എല്ലാ ദുരുപദേശവും കൺഫ്യൂഷനും മാറി നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ശക്തരായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സഭയോട് ബലപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നമ്മളിൽ ഓരോ വിഷയത്തിനും ഓരോരുത്തർക്കും എന്ത് വേണം? നല്ല കറക്റ്റായിട്ടൊരു നിശ്ചയം വേണം. ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ വചനമാണല്ലോ പ്രമാണം. അതിൽ തന്നെ ആഴങ്ങളുണ്ട്. വചനത്തിൽ എന്തു മാത്രമേ ഉള്ളൂ? ഒരു ഔട്ട്ലൈനേ ഉള്ളൂ. അതിനൊത്തിരി ആഴങ്ങളുണ്ട്. അത് ദൈവത്തിൽ നിന്ന് വളരെ ഏകാഗ്രത. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ സമാധാനം കെടുത്തുവാൻ, നിങ്ങളുടെ സന്തോഷം കെടുത്തുവാൻ, നിങ്ങളുടെ ഏകാഗ്രത കളയുവാൻ ഒരു സാത്താനെയും എന്ത് ചെയ്യല്ലേ? നിങ്ങൾ തന്നെ എന്ത് ചെയ്യല്ലേ? അനുവദിക്കല്ലേ. ആ സാത്താൻ ഇനി ആരാന്ന് വെച്ചാൽ ആ സാത്താനെ പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലോട്ടങ്ങ് കൊടുത്തു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം ആ കാര്യത്തിലൊക്കെ നല്ല ഒന്നാം തരം ഒരു തീരുമാനം കർത്താവ് എടുക്കും. അല്ല, എൻ്റെ സമാധാനം ഇതുവൻ പറഞ്ഞ പോലെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ സന്തോഷം, എനിക്ക് കർത്താവിൻ്റെ സന്ധിയിൽ ചെലവഴിക്കാൻ തന്നിരിക്കുന്ന സമയം, അവിടെ മാത്രമേ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ആ ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവമർമ്മത്തിൻ്റെ സ്തോത്രം എത്ര ആഴങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇരുന്ന് ധ്യാനിക്കണേ ഭവനത്തിൽ ചെന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവമർമ്മത്തിൻ്റെ ആഴങ്ങൾ പ്രാപിക്കുവാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് സാക്ഷ്യം